എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുൻ വീഡിയോയിൽ നമ്മൾ നോക്കിയത് അയൺ എന്ന് പറയുന്ന മിനറലും അതിന്റെ ഇമ്പോർട്ടൻസും അതേപോലെ അനീമിയ പോലുള്ള കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാന്നുള്ളതുമായിരുന്നു. അപ്പൊ നാച്ചുറലി അയൺ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റത്തെ കുറിച്ചും അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിലീഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരുന്നത്. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരേ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സെസമി നട്ട് ബോൾ അല്ലെങ്കിൽ ഒരു എള്ളുണ്ടയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്കും അതിന്റെ ഗുണങ്ങളും നമുക്ക് നോക്കാം. സെസമി സീഡ്സ് അഥവാ എള്ളാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. എന്തൊക്കെയാണ് എള്ളിന്റെ ഗുണങ്ങൾ? ഇതിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനീമിയ പോലുള്ള കണ്ടീഷൻസിനെ ഇത് പ്രിവെന്റ് ചെയ്യും. കൂടാതെ ഇതിൽ ധാരാളമായി കാൽഷ്യവും ഉണ്ട്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം ഇത് സംരക്ഷിക്കുന്നു. അതുകൂടാതെ നമുക്കിതിൽ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഗട്ട് ഹെൽത്തും അതേപോലെ തന്നെ നമ്മുടെ ക്രോണിക് ആയിട്ടുള്ള കുറെ കണ്ടീഷൻസ്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനും ഇത് പ്രിവെന്റ് ചെയ്യും. ഇതിൽ ധാരാളമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കൊളസ്ട്രോൾ റെഡ്യൂസിംഗ് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള സെസമിനും സെസമോളിൻസും ഉണ്ട്. ഇത് നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിലുള്ള ഹോർമോണൽ ഇംബാലൻസുകളെ റെഗുലേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. എന്തുകൊണ്ടും നമ്മുടെ എള്ളെന്ന് പറയുന്നത് ഒരു ന്യൂട്രി പാക്കാണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. കറക്റ്റ് മെഷർമെന്റ്സും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് കറുത്ത എള്ള് അല്ലെങ്കിൽ ബ്ലാക്ക് സെസമി സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓട്സ്. ഇവിടെ ഞാൻ ഇൻസ്റ്റന്റ് ആണ് എടുത്തിരിക്കുന്നത്. റോൾഡ് ഓട്സ് ആണ് ബെറ്റർ ഓപ്ഷൻ. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ അവിൽ. ഇനി ആവശ്യത്തിനുള്ള നട്ട്സും സീഡ്സും ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കശുവണ്ടി, ബദാം, വാൾനട്ട്സ്, അതേപോലെ പൊട്ടുകടലയും പംകിൻ സീഡ്, നമ്മുടെ മത്തൻ വിത്തുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മളൊരു 1 to 2 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ എള്ള് റോസ്റ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഓട്സും അവിലും റോസ്റ്റ് ചെയ്തെടുക്കുന്നു. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്ന നട്ട്സും സീഡ്സും ഓരോന്നായിട്ട് നമ്മൾ ഒരു 1 to 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക. ശേഷം ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര നമ്മൾ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയ്ക്ക് പകരമുള്ള ഓപ്ഷനും രീതിയും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലേവറിനും ആ ഒരു ബൈൻഡിങ്ങിനും വേണ്ടിയിട്ടാണ് ഇത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കുക. എന്നിട്ട് കുറച്ച് തണുക്കാൻ വെക്കുക. ഏകദേശം ഇളം ചൂടുള്ള ടൈമിൽ തന്നെ നമ്മൾ ഇതിനെ എടുത്ത് ഓരോ ഉരുളകളാക്കി വെക്കുക. നമ്മൾ പഞ്ചസാരയും ശർക്കരയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ രണ്ടിലും ഷുഗർ കണ്ടന്റ് ഏകദേശം ഒരേപോലെയാണ്. ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഇതിൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും. പക്ഷേ ഇവിടെ നമ്മുടെ എള്ളുണ്ടയിൽ നമ്മൾ നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും കൂടിയാണ് നമ്മൾ ശർക്കര എടുക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ദോഷം നമ്മുടെ ശരീരത്തിന് വരുന്നില്ല. നമ്മുടെ ശർക്കരയിൽ പഞ്ചസാരയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ അയൺ, മഗ്നീഷ്യം പോലുള്ള മിനറൽസ് നമുക്കിതിൽ അടങ്ങിയിട്ടുണ്ട്. ശർക്കരയെക്കാളും ബെറ്റർ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴമാണ്. ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഡേറ്റ്സ് നമുക്ക് ഈ ഒരു മിക്സ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഡേറ്റ്സിലാകുമ്പോൾ കുറച്ചും കൂടി ഫൈബർ കണ്ടന്റും അതേപോലെ മിനറൽസും കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ന്യൂട്രീഷ്യസും ടേസ്റ്റിയുമായിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിരിക്കുന്നു. നമ്മുടെ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരു ഹെൽത്തി സ്നാക്കായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ മുതിർന്നവരാണെങ്കിൽ 1 to 2 എള്ളുണ്ട വീതവും കുട്ടികളാണെങ്കിൽ 1 എള്ളുണ്ട വീതവും ഡെയിലി കഴിക്കാവുന്നതാണ്. അധികമായാൽ അമൃതം വിഷം എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ ഒരു മിതമായ അളവിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്.